ഗുഡ് മോർണിംഗ് മക്കളെ. ഇതേ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സം ഓഫ് ടു നമ്പർ ഇസ് 26 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുണ്ട്, അത് കൂട്ടിയാൽ 26, അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ 4. നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ എക്സ് മാത്രം ഇട്ട് ചെയ്യുന്നതാണോ രണ്ടെണ്ണം ഇട്ട് ചെയ്യുന്നതാണോ? സാധാരണ ചിലർ എക്സ് മാത്രം ഇട്ട് ചെയ്യും. ചിലപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു സംഖ്യ എക്സ് എന്ന് എടുത്താൽ പിന്നെ ഡിഫറൻസ് 4 ആയതുകൊണ്ട് അതിന് മറ്റേതിനെക്കാട്ടി 4 കൂടുതലാണെന്നൊക്കെ വെച്ച് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും നിങ്ങൾക്ക്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ട് വേരിയബിൾസ് പിന്നെ ഫസ്റ്റ് നമ്പറിന് എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് വൈ എന്നും കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. വേറെ രീതിയുണ്ട് മക്കളെ. ഓക്കെ, അപ്പം നമ്പേഴ്സ്, ലെറ്റ് ദ നമ്പേഴ്സ് ബി. ഫസ്റ്റ് നമ്പറിനെ ലെറ്റ് എന്ന് എഴുതിയേക്കണം. ഫസ്റ്റ് നമ്പർ ഞാൻ എക്സ് എന്നും കൊടുത്തു, സെക്കൻഡ് നമ്പറിന് വൈ എന്നും കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്നാ? നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 26. ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും കൂടെ ആഡ് ചെയ്താൽ 26. ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്നാണ്? അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ 4. എക്സ് മൈനസ് വൈ ചെയ്താൽ 4 ആണ്. നമുക്ക് ഇവരെ അങ്ങ് കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഏതെങ്കിലും ഒരു സംഖ്യ ഇവിടെ നോക്കിക്കേ. ഇവിടെ 1x, ഇവിടെ 1x, ഇവിടെ 1/, ഇവിടെ 1/. എളുപ്പം, ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാമോ? നമ്മൾ ചേഞ്ച് ചെയ്യാൻ തന്നെ ക്യാൻസൽ. നമ്മൾ മുമ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മൈനസ് ഇട്ടു. ഒരെണ്ണം രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഒരെണ്ണത്തിനെ മൈനസ് ആക്കാൻ വേണ്ടി മൈനസ് ഒക്കെ ആക്കി പിന്നീട് മൈനസ് ഇട്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തു. ഓർക്കുന്നുണ്ടോ? കണ്ടില്ലെങ്കിൽ ആ പ്രോബ്ലം പോയി കണ്ടിട്ട് വേണേ വരാനേ. അപ്പം ഇവിടെ നോക്കി, ഇവിടെ രണ്ടും പ്ലസ്, പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒരു പ്ലസ് മൈനസ് രണ്ടുപേരും 1 1 ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാം. ഓൾറെഡി ഇവർ ക്യാൻസൽ ആയിപ്പോയി. കണ്ടോ? പ്ലസ് 1/ഉം മൈനസ് 1/. അപ്പം നിങ്ങളുടെ പ്രോബ്ലത്തിൽ എപ്പോഴും നിങ്ങൾ ആദ്യം നോക്കണം, വല്ലതും ക്യാൻസൽ ചെയ്യാനുണ്ടോ, ഒരുപോലുള്ളത് ഓപ്പോസിറ്റ് സൈൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ചേഞ്ചസ് വരുത്താൻ പോയാൽ മതി. ബാക്കി നമുക്കങ്ങ് ചെയ്യാം. അഡീഷൻ ചെയ്താൽ മതിയല്ലോ ഇവർ തമ്മിൽ. പോരെ? 1x 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 കൂട്ടിയാൽ 2x is equal to, ഇനി 26ഉം 4 രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്താൽ മതി. 26 + 4 30. 2x is equal to 30. എക്സ് ഒറ്റയ്ക്കാക്കിക്കേ 30. 2നെ അപ്പുറത്ത് പോകുമ്പോൾ എന്നാ ചെയ്യും മക്കളെ? നിങ്ങൾ പറ. ഡിവിഷൻ. കാരണം ഇവിടെ 2 × x ആണ്. അപ്പം x is equal to 50. നമ്പർ കിട്ടിക്കഴിഞ്ഞു. എക്സ് എത്ര കിട്ടി? ഒരു നമ്പർ കിട്ടി. ഫസ്റ്റ് നമ്പർ കിട്ടി 50. എളുപ്പമല്ലേ? ഈ സെക്കൻഡ് നമ്പറിന് അങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഇക്വേഷൻ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കാം. ഞാൻ എടുക്കാൻ പോവാണ്. എക്സ് + വൈ = 26 എന്നാണ്. അതിനകത്തോട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 15 ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് 15 + വൈ = 26. വൈ ഒറ്റയ്ക്ക് ആക്കിക്കേ. 26 അവിടെ ഉണ്ട്. 15 അപ്പുറത്തോട്ട് പോകണം. ഇവിടെ 15 എന്നാ ചെയ്യുക? പ്ലസ്സാ. +15 അല്ലേ? അപ്പുറത്ത് പോകുമ്പോൾ എന്നാകും? -15. ഓക്കെ, അപ്പോൾ വൈ = 26 ന്ന് 15 പോകെ എത്രയാണ്? 5 11. വൈ = 11. കണ്ടോ? എക്സ് എത്രയാണ്? 15. ഫസ്റ്റ് നമ്പർ 15, സെക്കൻഡ് നമ്പർ 11. അവർ പറഞ്ഞ കണ്ടീഷൻ ശരിയല്ലേ? രണ്ടുകൂടെ ആഡ് ചെയ്തേ. 15 + 11 എത്രയാ? 26. രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്തേ. 26 ന്ന് 11 പോകെ, സോറി, 15 ന്ന് 11 പോകെ 4. അവർ പറഞ്ഞ കണ്ടീഷൻസും ശരിയായി. അപ്പം നമ്മൾ എന്നാ എടുത്തെഴുതും? എന്നാ എഴുതണം? ഫസ്റ്റ് നമ്പർ = 15, സെക്കൻഡ് നമ്പർ = 11. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പം ഇത് കണ്ട് ഈ കേസ് നമ്മൾ രണ്ട് വാല്യൂസ് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. മറ്റേ രീതിയിൽ ചെയ്യാം, പക്ഷെ അത് നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാലേ നിങ്ങൾക്ക് എക്സാമിനൊക്കെ പറ്റത്തുള്ളൂ മക്കളെ. അല്ലെ നമ്മളൊരു രീതി, ഇതേ രീതിയിൽ ഞാൻ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. മാത്സിൽ നമുക്ക് ആൻസറാണ്, കറക്റ്റ് ആയിരിക്കണം ചെയ്യുന്നത്. ആൻസറാണ് മുഖ്യം. ഓക്കെ മക്കളെ, ഫോളോ ചെയ്യണേ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.